പരിശുദ്ധ റമളാനിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ നോമ്പാണ് അല്ലേ? നമ്മൾ ഈ കഷ്ടപ്പെട്ട് പിടിക്കുന്ന നോമ്പ്, അതല്ലെങ്കിൽ അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹമായി തന്ന ഈ റമളാൻ, അത് ഏറ്റവും മനോഹരമായ രീതിയിൽ പൂർത്തീകരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു 3 അമലുകളുണ്ട്. നോമ്പ് അല്ലെങ്കിൽ റമളാൻ ഏറ്റവും മനോഹരമായ രീതിയിൽ പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് നോമ്പും അതേപോലെ തന്നെ ഈ വർഷത്തെ റമളാനും വളരെ ഭംഗിയായി, നല്ല രൂപത്തിൽ, മനോഹരമായി ഒരുപാട് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് പൂർത്തീകരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ആ 3 കാര്യങ്ങൾ ചെറിയ രൂപത്തിൽ പറയാമല്ലേ? ഉറക്കം വരുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നാമത്തേത്, നോമ്പുകാരനായിരിക്കുമ്പോൾ പ്രത്യേകിച്ചും റമളാൻ മാസത്തിൽ ഒന്നുകൂടി ശ്രദ്ധയോടുകൂടിയും റമളാൻ അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, അത് നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക എന്നതാണ്. നോമ്പുകാരനായിരിക്കാൻ നമ്മുടെ നാവിനെ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെ പാനീയങ്ങളിൽ നിന്നും സൂക്ഷിക്കുന്നുണ്ട്. ഇതുകൊണ്ട് മാത്രമായില്ല, നോമ്പ് പൂർത്തിയാവില്ല, നോമ്പിൻ്റെ പ്രതിഫലം പൂർണ്ണമായി നമുക്ക് കിട്ടുകയില്ല. മറിച്ച് ഏറ്റവും നല്ല രീതിയിൽ നോമ്പിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ നാവിനെ ഇതിൽ നിന്നൊക്കെ സൂക്ഷിക്കുന്നതിനോടുകൂടി തന്നെ ഗീബത്തിൽ നിന്ന്, നമീമത്തിൽ നിന്ന്, മറ്റൊരാളെ കുറ്റം പറയുന്നതിൽ നിന്ന്, ചീത്ത വിളിക്കുന്നതിൽ നിന്ന്, മോശം കാര്യങ്ങൾ പറയുന്നതിൽ നിന്ന്, മ്ലേച്ഛത്രങ്ങൾ പറയുന്നതിൽ നിന്ന്, അശ്ലീലത കലർന്ന പ്രയോഗങ്ങൾ പ്രയോഗിക്കുന്നതിൽ നിന്ന്, വേറൊരാളെ വേദനിപ്പിക്കുന്നതിൽ നിന്നൊക്കെ നമ്മുടെ നാവ് സുരക്ഷിതമായാൽ മാത്രമേ നോമ്പ് ഏറ്റവും പരിപൂർണമായ രീതിയിൽ അതിൻ്റെ എല്ലാ പ്രതിഫലങ്ങളോടുകൂടിയും നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇമാം ബൈഹഖി റഹിമഹുല്ലാ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നമസ്സൗമു ജുന്നത്തുൻ, നോമ്പ് എന്നുള്ളത് അതൊരു പരിചയമാണ്. എല്ലാ തെറ്റുകളിൽ നിന്നും, എല്ലാ ദോഷത്തരങ്ങളിൽ നിന്നും, മോശങ്ങളിൽ നിന്നുമൊക്കെ നമ്മളെ കാക്കുന്ന ഒരു പരിചയമാണ്. അതുകൊണ്ട് തന്നെ ഫൈദാ കാന അഹദുക്കും സായിമൻ, നിങ്ങളിൽ ഒരാൾ നോമ്പുകാരനാണെങ്കിൽ ഫലാ യർഫുദ് വലാ യജ്ഹൽ, അവൻ പിന്നെ മോശത്തരമായ കാര്യങ്ങളൊന്നും പറയരുത്, മ്ലേച്ഛമായ കാര്യങ്ങളൊന്നും അവൻ്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരരുത്. വലാ യജ്ഹൽ, ബാക്കിയുള്ള ആളുകളെ പോലെ എടുത്തു ചാടി ദേഷ്യത്തിൻ്റെയും മറ്റ് കാര്യങ്ങളുടെയും പേരിൽ അവൻ്റെ ഭാഗത്ത് നിന്ന് വിഡ്ഢിത്തരം ഉണ്ടാകരുത്, അതേപോലെ എടുത്തുചാട്ടം ഉണ്ടാകരുത്. പെട്ടെന്നുള്ള ചിന്തിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ ഒരു നോമ്പുകാരൻ്റെ ഭാഗത്തു നിന്നുണ്ടാകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് നൽകുന്ന ഒരു ഉപദേശം. എന്നിട്ട് വിധങ്ങൾ പറയുന്നു, വഇനിമ്റഉൻ ഖാതലഹു ഔ ശാതമഹു, ഇനി ഏതെങ്കിലും ഒരാൾ ഇവനോട് ഇങ്ങോട്ട് വന്ന് ചീത്ത വിളിച്ചാൽ, അല്ലെങ്കിൽ അടികൂടാൻ വേണ്ടി വന്നാൽ, അങ്ങനെ തന്നെയാണ് വാക്ക്, ഇങ്ങോട്ട് ആരെങ്കിലും അടികൂടാൻ വന്നാൽ, അതല്ലെങ്കിൽ ചീത്ത വിളിച്ചാൽ ഇവൻ എന്ത് പറയണം? ഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയണം. രാവിലെ നമ്മൾ വണ്ടിയെടുത്ത് ഇറങ്ങി വളരെ തിരക്ക് പിടിച്ചാണ് പുറത്തേക്ക് പോകുന്നത്. പെട്ടെന്ന് ഒരാളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുട്ടി വരതി, തെറ്റ് അവൻ്റെ ഭാഗത്താണ്, നമുക്ക് ഉറപ്പാണ്, ന്യായം നമ്മുടെ ഭാഗത്താണ്. പക്ഷെ എന്നിട്ടും അവനിങ്ങനെ നമ്മളെ നോക്കി പേടിപ്പിക്കും, അല്ലെങ്കിൽ വെറുതെ ഒരാവശ്യവും ഇല്ലാതെ നമ്മളോട് വഴക്കിന് വരും. ആ സമയത്ത് തിരിച്ച് പ്രതികരിക്കണമെന്ന് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തോന്നും. 2 വാക്ക് പറയാതെ പോയാൽ ശരിയാവില്ല എന്ന് നമുക്കിങ്ങനെ ഒരു ചിന്ത വരും. പക്ഷേ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫല്യഖുൽ, നീ നിൻ്റെ മനസ്സിൽ പറയണം, ഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. അവൻ വേണമെങ്കിൽ വഴക്കൂടാൻ വരുന്നെങ്കിൽ വരട്ടെ, അവൻ എന്നെ നോക്കി പേടിപ്പിക്കുന്നെങ്കിൽ നോക്കി പേടിപ്പിക്കട്ടെ, ന്യായം എൻ്റെ ഭാഗത്താണെങ്കിലും നോമ്പുകാരൻ്റെ ആയതിൻ്റെ പേരിൽ ഞാൻ ക്ഷമിക്കണം എന്ന് സ്വന്തം നഫ്സിനോട് പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അവനെ നല്ലോണം സൂക്ഷിക്കണം, പ്രത്യേകിച്ച് ഗീബത്തിൽ നിന്നും. സുഫിയാൻ സൗരി റഹിമഹുല്ല പോലെയുള്ള പ്രധാനപ്പെട്ട പ്രഗത്ഭരായ വലിയ വലിയ മഹാന്മാരുടെ അഭിപ്രായ പ്രകാരം അൽ ഗീബത്തു തുഫ്സിദു സൗമാന, ഗീബത്ത് നോമ്പിനെ ഫസാദാക്കി കളയുന്ന. ഏതുപോലെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമ്മുടെ നോമ്പ് മുറിയൂലേ? എന്തെങ്കിലും ഒരു ഉരുള വായിലേക്ക് നമ്മൾ ഇട്ടാൽ നമ്മുടെ നോമ്പ് മുറിയൂലേ? അതുപോലെ ഗീബത്ത് പറഞ്ഞാൽ നമ്മുടെ നോമ്പ് ഫസാദായി പോകുമെന്നാണ് ചെറിയ വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. മുജാഹിദ് റഹിമുല്ല പറയുന്നു, ഖസ്ലതാനി യുഫ്സിദാനി സിയാം, 2 ഗുണങ്ങൾ നോമ്പിനെ തന്നെ ഫസാദാക്കി കളയും. അതിൽ ആ 2 ഗുണങ്ങളിൽ അദ്ദേഹം എണ്ണിയത് അൽ ഗീബത്തു വൽ കദിബൂന, കളവ് പറയലും ഗീബത്തും നോമ്പിനെ തന്നെ ഫസാദാക്കി കളയുന്ന. അല്ലാഹു അക്ബർ.
ഭൂരിപക്ഷം പണ്ഡിതന്മാർക്കും അങ്ങനെ നോമ്പ് ഫസാദായി പോകുന്ന അഭിപ്രായം ഇല്ലെങ്കിലും നോമ്പിൻ്റെ കൂലി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഗീബത്ത് പറഞ്ഞാൽ, കളവ് പറഞ്ഞാൽ, നമീമത്ത് പറഞ്ഞാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ 2 സ്ത്രീകൾ നോമ്പ് പിടിച്ചു. നമുക്കൊക്കെ അറിയാവുന്ന സംഭവമാണല്ലേ. നോമ്പ് പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഹലാലായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കലാണ് അല്ലേ. ഭക്ഷണം നമുക്ക് ഹലാലാണ്, പാനീയം വെള്ളം കുടിക്കൽ നമുക്ക് ഹലാലാണ്. അങ്ങനെയുള്ള ഹലാലായ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുന്നതിനാണ് നോമ്പ് പിടിക്കുക എന്ന് പറയാം. ഈ സ്ത്രീകളും 2 പേര് അങ്ങനെ നോമ്പ് പിടിച്ചു. പക്ഷെ ഉച്ചയായപ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരമായപ്പോൾ ഇവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ദാഹവും ക്ഷീണവും ഒന്നും സഹിക്കാൻ കഴിയുന്നില്ല. റിവായത്തുകളിൽ കാണാം, അവർ മരിച്ചു പോകും എന്ന് വരെ സഹാബാക്കൾ ഭയപ്പെട്ടു, പേടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞപ്പോൾ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ 2 പേരെയും വിളിപ്പിച്ചു. എന്നിട്ട് അവർക്ക് മുന്നിലേക്ക് ഒരു പാത്രം ഇങ്ങനെ നീട്ടിവെച്ചു. എന്നിട്ട് ആദ്യത്തെ സ്ത്രീയോട് അതിലേക്ക് ഛർദ്ദിക്കാൻ വേണ്ടി നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സ്ത്രീ ഛർദ്ദിച്ചപ്പോൾ അവരുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നത് ചുടുചോരയും പച്ച മാംസവുമായിരുന്നു. പാത്രത്തിൻ്റെ പകുതി വരെ ആദ്യത്തെ സ്ത്രീ ഛർദ്ദിച്ചു. രണ്ടാമത്തെ സ്ത്രീയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഛർദ്ദിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ആ സ്ത്രീ ഛർദ്ദിച്ചു. ആ സ്ത്രീയുടെ വായിൽ നിന്നും പുറത്തു വന്നത് ചുടുചോരയും പച്ച മാംസവുമായിരുന്നു. ആ പാത്രം മുഴുവൻ നിറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇന്ന ഹാതൈനി സാമത അമ്മാ ഹല്ലല്ലാഹ്. ഈ 2 സ്ത്രീകളും നോമ്പ് വെച്ചത് അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ നോമ്പ് വെച്ചത്, ഭക്ഷണം കഴിക്കാതെ. പക്ഷെ എന്നാൽ ഇവർ നോമ്പ് മുറിച്ചത് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞു. എന്താ സംഭവം? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അരുളി, ഇവരിൽ നോമ്പ് നോറ്റതിന് ശേഷം ഈ 2 സ്ത്രീകളിൽ ഒരാൾ മറ്റൊരാളുടെ അടുക്കലേക്ക് പോയിരിക്കുകയും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ബാക്കിയുള്ള ജനങ്ങളുടെ ഗീബത്ത് പറയുകയും അവരുടെ പച്ച മാംസം ഭക്ഷിക്കുകയും ചെയ്തു. അവരുടെ നോമ്പ് അതിലൂടെ മുറിഞ്ഞുവെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. അതായത് ഒരാളെക്കുറിച്ച് ഗീബത്ത് പറഞ്ഞാൽ അയാളുടെ പച്ച മാംസം നമ്മൾ തിന്നുന്നതിന് തുല്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പറയുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഹദീസുകൾ മുന്നിൽ വെച്ചിട്ട് മഹാന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, റമളാനിലെ നോമ്പ് അത് ഏറ്റവും മനോഹരമായ രീതിയിൽ പൂർത്തിയാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതിൽ നിന്നുള്ള പ്രതിഫലം പൂർണ്ണമായി കരസ്ഥമാക്കണമെന്ന് നിങ്ങൾക്ക് അത്യാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് എന്താ? നാവിനെ നന്നായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇന്നലെ ഉസ്താദ് പറയുന്നത് കേൾക്കുകയുണ്ടായി. ഇമാം മാലിക് റഹിമഹുല്ല പോലെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കിതാബുകളിൽ വന്നിട്ടുണ്ട്. അവർ റമളാനായാൽ ഹദീസിൻ്റെ ഇൽമിൻ്റെ പാഠങ്ങളൊക്കെ നിർത്തിവെക്കുമായിരുന്നു. ഇൽമിൻ്റെ മജ്ലിസുകളിലൊക്കെ തൽക്കാലമായിട്ട് ഒരു സ്റ്റോപ്പ്, ഒരു നിർത്തിവെക്കൽ. പിന്നെ അവർ ഹദീസിൻ്റെ റമളാനായാൽ പിന്നെ ഹദീസിൻ്റെ ക്ലാസ്സുകളിലോ ഇൽമിൻ്റെ ക്ലാസ്സുകളിലോ അവർ പങ്കെടുക്കുമായിരുന്നില്ല. മറിച്ച് പൂർണ്ണമായും പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിലായിട്ട് അവർ മുഴുകുമായിരുന്നു. അബ്ദുർ റസാഖ് റഹിമുല്ല പറയുന്നു, സുഫ്യാൻ സൗരി റഹിമഹുല്ല റമളാൻ മാസം പ്രവേശിച്ചാൽ ബാക്കിയുള്ള സുന്നത്തായ ഇബാദത്തുകൾ മുഴുവനും മാറ്റിവെച്ചിട്ട് ഖുർആനോത്തിൽ മാത്രം മുഴുകുമായിരുന്നു എന്ന് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മഹാന്മാരായ ആളുകൾ സുന്നത്തായ, മുസ്തഹബായ, ഇബാദത്തായ ഹദീസിൻ്റെ പഠനം പോലെയുള്ള വലിയ വലിയ അമലുകൾ തന്നെ ഒഴിവാക്കിയിട്ട് റമളാനിൽ പ്രത്യേകമായി ചെയ്യേണ്ട അമലുകളിൽ മുഴുകുമായിരുന്നു നാം. അങ്ങനെയാണെങ്കിൽ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അൽഹംദുലില്ലാ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവരും റമളാനിൽ ഹറാം പരമാവധി ഉപേക്ഷിക്കുന്നവരാണ്. നമ്മളാരും ഹറാം ചെയ്യാറില്ല, സിനിമ കാണാറില്ല, അൽഹംദുലില്ലാ. സീരിയലുകൾ, പിന്നെ സീരിയസുകൾ, മോശമായ കാര്യങ്ങൾ, ഇതൊന്നും നമ്മൾ അൽഹംദുലില്ലാ റമളാൻ മാസത്തിൽ വളരെയധികം സൂക്ഷിക്കുന്നവരാണ്. എന്നാൽ അതിനോടുകൂടി തന്നെ ഹലാലായ കാര്യങ്ങളിലും നമ്മൾ നന്നായി സമയം കുറക്കണം. റമളാൻ വളരെ മനോഹരമായി പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഹലാലായ കാര്യങ്ങൾ, അള്ളാഹു നമ്മൾക്ക് അനുവദിച്ച കാര്യങ്ങളിൽ പോലും സമയം കുറച്ച് കുറക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ശൈഖന്മാരൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, നമ്മുടെ കയ്യിലുള്ള ഈ ഡിവൈസ്, സോഷ്യൽ മീഡിയയിലൊക്കെ ഉപയോഗം ഹറാം, അൽഹംദുലില്ലാ അതിൽ നമ്മൾ റമളാനിൽ കാണാറില്ല. പക്ഷേ ഹലാലായ കാര്യങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ സമയം കുറച്ച് കുറക്കണം. ഞാൻ പ്രസംഗമല്ലേ കേൾക്കുന്നത്, ഞാൻ യൂട്യൂബിൽ ദീനിയായ കാര്യങ്ങളല്ലേ കാണുന്നത്, ഞാൻ ചാറ്റ് ചെയ്യുന്നത് ഹറാമായ ചാറ്റിംഗ് ഒന്നല്ലല്ലോ, ഫാമിലിയോട് കുടുംബബന്ധം ചേർക്കുന്നതിന് വേണ്ടിയല്ലേ ഞാൻ ചാറ്റ് ചെയ്യുന്നത്. ശരി തന്നെ, നീ ഹറാമ് ചെയ്യുന്നു എന്നല്ല പറയുന്നത്, മറിച്ച് ഹലാലാണെങ്കിൽ പോലും അതിലുള്ള സമയം കുറച്ച് കുറക്കണം. കാരണം ഇമാം മാലിക് എന്ത് പൂട്ടി വെച്ചിട്ടാണ് പോകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ കിതാബുകൾ, യഫിറു എന്നുള്ള വാക്കാണ് കിതാബുകളിൽ. ഇമാം ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാ ലതായിഫുൽ മആരിഫിൽ യഫിറു എന്നുള്ള വാക്കാണ്. വിരണ്ടോടുന്ന, എന്തിൻ്റെ മുമ്പിൽ നിന്നാണ് വിരണ്ടോടുന്നത്? വാട്സപ്പിൻ്റെ മുമ്പിൽ നിന്നല്ല, ഇൻസ്റ്റഗ്രാമിൻ്റെ മുൻപിൽ നിന്നല്ല, മറിച്ചോ ഹദീസിൻ്റെ കിതാബുകളുടെ മുന്നിൽ നിന്ന് അദ്ദേഹം വിരണ്ടോടും. എങ്ങോട്ടേക്ക്? ഖുർആനിൻ്റെ മുമ്പിലേക്ക് എന്നാണ് ഇമാം മാലിക്കിനെ പോലുള്ള മഹത്തുക്കളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പം സുബഹി നമസ്കാരത്തിന് ശേഷമൊക്കെ പോയി കിടക്കുമ്പോൾ വെറുതെ ഒന്നിങ്ങനെ ജസ്റ്റ് അലാറം വെക്കാൻ വേണ്ടി ഓണാക്കിയതായിരിക്കും.
വെറുതെ ഒന്ന് എന്താ മെസ്സേജ് വന്നതെന്ന് വാട്സപ്പിൽ ഒന്ന് കയറി നോക്കും, ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് കയറി നോക്കും. അരമണിക്കൂർ പോകുന്നു, 3/4 മണിക്കൂർ പോകുന്നു, 1 മണിക്കൂർ പോകുന്നു, 2 മണിക്കൂർ പോകുമ്പോഴായിരിക്കും ഉറക്കവും നഷ്ടപ്പെട്ടു, നമ്മുടെ ബാക്കിയുള്ള അമലുകളും നഷ്ടപ്പെട്ടു, ഒന്നുമില്ലാതായി. എന്തെങ്കിലും ഹറാമ് ചെയ്തോ? ഹറാമൊന്നും നമ്മൾ ചെയ്തില്ല. പക്ഷേ ഹലാലായ സമയങ്ങളിൽ തന്നെ നമ്മുടെ സമയം, നമ്മുടെ അവസരങ്ങൾ ഇങ്ങനെ പാഴായി പോകും. ഈ ഒരു അവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകരുത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നു, നമ്മൾ കാത്തു നിൽക്കുന്നു, 1-2 മണിക്കൂറോ ഡോക്ടറെ കാത്തു നിൽക്കേണ്ടി വരും. നമ്മളെന്താ ചെയ്യുക? പെട്ടെന്ന് ഇങ്ങനെ ഓരോ റീൽസ് നോക്കുക ചെയ്യാം. ആ സമയത്ത് അതൊന്ന് മാറ്റി വെച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക ഒരു 100 പ്രാവശ്യം പറഞ്ഞു, 200 പ്രാവശ്യം പറഞ്ഞു. എത്ര കൂലിയാ കിട്ടുക? കാരണം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിശേഷിപ്പിക്കുന്നത് പോലെ റമദാൻ എന്ന് പറഞ്ഞാൽ അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട കുറച്ച് ദിവസങ്ങൾ മാത്രം. ഇന്നോ നാളെയോ അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ണ് തുറന്ന് അടക്കുന്നതിന് മുമ്പ് ഈ 30 ദിവസം നമ്മളിൽ നിന്ന് അങ്ങ് വിട്ടുപോകും. പിന്നെ ഈ ശ്രേഷ്ഠത കരസ്ഥമാക്കണമെന്ന് വിചാരിച്ചാൽ, പിന്നെ ഒന്ന് ഇതേപോലെ അമൽ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ മുന്നിൽ അവസരങ്ങളില്ല. അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ, ഹലാലായ കാര്യങ്ങളിലുള്ള സമയം കുറച്ചുണ്ട്. കിട്ടുന്ന അവസരങ്ങൾ പരമാവധി നല്ല കർമ്മങ്ങളിൽ, റമദാനിൽ പ്രത്യേകം ചെയ്യേണ്ട അമലുകളിൽ ഉസ്താദുമാർ നമുക്ക് പഠിപ്പിച്ച ആ പ്രത്യേക കർമ്മങ്ങളിലായിട്ട് ചെലവഴിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. മൂന്നാമതായി റമദാനിനെ വളരെ മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെല്ലാം നോമ്പ് നോക്കുന്നുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, കഠിനമായ ചൂടാണ്. സ്കൂളുകളിലും പണിക്കും ജോലി സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്. നല്ല ത്യാഗത്തോടു കൂടിയാണ് നോമ്പെടുക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് നോമ്പെടുക്കുന്ന നമുക്ക് ഏറ്റവും നല്ല പ്രതിഫലം കിട്ടുന്ന നോമ്പായി മാറണമെന്ന് ആഗ്രഹമില്ല നമ്മുടെ നോമ്പ്? അങ്ങനെ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഒരാളുണ്ടോ? നമ്മളൊക്കെ നോമ്പെടുക്കുന്നുണ്ട്. ആ നോമ്പെടുക്കുന്നവരുടെ കൂട്ടത്തിൽ, ഇത്രയും കഷ്ടപ്പെട്ട് നോമ്പെടുക്കുന്ന നമ്മൾ, നോമ്പെടുക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും നല്ല നോമ്പുകാരൻ ഞാനാകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോമ്പെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നോമ്പുകാരൻ ഞാനാകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരിക്കൽ വന്നിട്ട് ഇതേ ചോദ്യം ചോദിച്ചു. യാ റസൂലല്ലാഹ്, അയ്യു സ്സായിമീന അഅ്ദമു അജ്റൻ. എല്ലാവരും നോമ്പ് നോക്കുന്നുണ്ടല്ലോ, പക്ഷേ ഈ നോമ്പ് നോക്കുന്നവരുടെ കൂട്ടത്തിൽ ബെസ്റ്റ് ഫാസ്റ്റിംഗ് പേഴ്സൺ ആരാണ്? ഏറ്റവും നല്ല നോമ്പ് നോക്കുന്നവർ, ഏറ്റവും നല്ല പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ട് നോമ്പ് നോക്കുന്നവൻ ആരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. ആ മനുഷ്യൻ നോമ്പിനെ കുറിച്ച് മാത്രമല്ല, ഏറ്റവും നല്ല ജിഹാദ് ചെയ്യുന്ന ആൾ, ഏറ്റവും നല്ല ഹജ്ജ് ചെയ്യുന്ന ആൾ, ഏറ്റവും നല്ല സകാത്ത് കൊടുക്കുന്ന ആൾ, ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആൾ ആരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഒറ്റ വാക്കായിരുന്നു, ഒറ്റ മറുപടിയായിരുന്നു. അവിടുന്ന് അരുളി, അക്സറുഹും ലില്ലാഹി തബാറക വ തആല ദിക്റ. ഏറ്റവും അധികം പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ട് നോമ്പെടുക്കുന്ന ആൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്യുന്ന ആളാണെന്ന്. അതായത് ഇന്ന് നമ്മളെല്ലാവരും നോമ്പെടുത്തു അല്ലേ? ഈ നോമ്പെടുത്ത നമ്മളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങിയിട്ട് നോമ്പെടുത്ത ആളാരാ? നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്ത ആളാണ് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങിയ ആൾ. എന്താ ദിക്ർ എന്ന് പറഞ്ഞാൽ? പരിശുദ്ധ ഖുർആൻ ഒരു ദിക്റാണ്. ഏറ്റവും അധികം ഇന്ന് പരിശുദ്ധ ഖുർആൻ ഓതിയ ആൾ ഏറ്റവും അധികം ദിക്ർ ചെയ്ത ആളാണ്. പിന്നെ ദിക്ർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ ഒരു തസ്ബീഹ് മാലയും എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു മൂലക്ക് പോയിരുന്ന് ഇങ്ങനെ മറിച്ച് ചൊല്ലുന്ന ദിക്റുകൾ മാത്രമല്ല ദിക്ർ. അത് ഏറ്റവും നല്ല ശ്രേഷ്ഠമായ ദിക്റാണ്. അങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണം. പക്ഷെ അതല്ലാതെ തന്നെ ദിക്റിൽ നമുക്ക് ദിക്ർ ചൊല്ലാൻ വേണ്ടി ഒരുപാട് സമയങ്ങൾ, ചെറിയൊരു തർത്തീബ്, ചെറിയൊരു പ്ലാനിങ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഇടയ്ക്ക് തന്നെ, നമ്മുടെ ഡെയിലി റൂട്ടീനൊന്നും ചേഞ്ച് ചെയ്യാതെ തന്നെ നമുക്ക് ദിക്ർ ചെയ്യാൻ ഒരുപാട് സമയങ്ങൾ കിട്ടും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളെല്ലാവരും രാവിലെ ജോലിക്ക് പോകുന്നവരാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ, ഒരു 1/4 മണിക്കൂറിൻ്റെ യാത്ര ദൂരം ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ അധികവും ബൈക്കിലോ അല്ലെങ്കിൽ കാറിലോ ആയിരിക്കും പോകാം, ഒറ്റക്കായിരിക്കും നമ്മൾ പോകാം. ഈ പോകുന്ന സമയത്ത് നമുക്ക് എങ്ങനെയും പോകാം. ഈ സമയം നമ്മൾ വേറൊരാളോട് സംസാരിക്കുന്ന സമയമല്ല, ഭാര്യ മക്കൾക്ക് കൊടുക്കുന്ന സമയമല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസ്കഷൻ നടക്കുന്ന സമയമല്ല. എന്തായാലും നമ്മൾ പോവുകയും വേണം. ഈ പോകുന്ന സമയം ഏതായാലും നമ്മൾ വെറുതെ മിണ്ടാതിരുന്ന് പോകുന്നതിന് പകരം അത് ദിക്ർ ചൊല്ലാനുള്ള സമയമാക്കി മാറ്റിയാൽ 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഡെയിലി നമുക്ക് പോകുന്ന സമയത്ത് കിട്ടും. 100, 200 അല്ലെങ്കിൽ 300 ദിക്ർ ചൊല്ലാനുള്ള സമയമാണത്. തിരിച്ചു വരുമ്പോഴും അങ്ങനെ സമയം കിട്ടും. സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും വളരെ വലിയ അവസരങ്ങൾ ദിക്ർ ചൊല്ലാനുള്ളതായിട്ടുണ്ട്. കാരണം ഏകദേശം 3 to 4 മണിക്കൂർ അവർ അടുക്കളയിൽ ചിലവഴിക്കുന്നുണ്ട്. റമദാനിൽ പ്രത്യേകിച്ച് ആ കടിയും മറ്റ് സാധനങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടി 3-4 മണിക്കൂർ അടുക്കളയിൽ അവർ ചിലവഴിക്കുന്നുണ്ട്. ഈ ചിലവഴിക്കുന്ന സമയം ഒന്നെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആ 2 സ്ത്രീകളെ പോലെ ഗീബത്ത് പറഞ്ഞിട്ട്
വേണമെങ്കിൽ പച്ച മാംസം അവർക്ക് ഭക്ഷിക്കാം. അതല്ലെങ്കിലോ ആ ഗീബത്തൊക്കെ ഒന്ന് കുറച്ച്, സംസാരമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ദിക്ർ പറഞ്ഞിട്ട് ഈ 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ഏറ്റവും വലിയ ഇബാദത്തിലായിട്ട് ചെലവഴിച്ച് അവരുടെ ഭർത്താവിനേക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന, അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ത്രീകളെക്കാൾ, ബാക്കിയുള്ള ആണുങ്ങളെക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഏറ്റവും നല്ല നോമ്പുകാരിൽ അവർക്ക് ഉൾപ്പെടാൻ വേണ്ടി സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഹദീസിൻ്റെ അവസാനത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ അത്ഭുതത്തോടു കൂടി പറയുന്നുണ്ട്, യാ അബാ ഹഫ്സ് ദഹബ ദാകിറൂന ബികുല്ലി ഖൈർ. നിങ്ങളുടെ ഈ ഹദീസ് കേട്ടിട്ട് എല്ലാ ചോദ്യത്തിനും മറുപടി ഒറ്റൊരു വാക്കാണല്ലോ. ഇത് കേട്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അബൂ ഹഫ്സേ, ദിക്ർ ചൊല്ലുന്നവർ ഇങ്ങനെയാണെങ്കിൽ എല്ലാ നന്മയും കൊണ്ട് പോയല്ലോടാ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അംഗീകരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, അജൽ യാ അബൂബക്കർ, അബൂബക്കർ അതെ, നീ പറഞ്ഞത് ശരിയാണ്, ദിക്ർ ചൊല്ലുന്നവർ എല്ലാ നന്മയും കൊണ്ട് പോയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അപ്പം പരമാവധി ദിക്റുകളെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി വേറൊരു ഐഡിയയും കൂടിയുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ദിക്ർ ദുആകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് തന്നെ നമ്മൾ ഒരു ദിവസം ഓരോന്ന് പഠിച്ച് പതിവാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം ഫുള്ള് ദിക്റായി മാറും. ഒന്നാലോചിച്ച് നോക്കിയാൽ, ഇപ്പോൾ ഒരു മജ്ലിസിൽ നമ്മൾ ഇരിക്കുകയാണ്. ഈ മജ്ലിസ് അവസാനിച്ച് എഴുന്നേൽക്കുമ്പോൾ ഒരു ദിക്ർ റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ അത്? സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അതിനുശേഷം നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക, അപ്പോൾ ഒരു ദിക്റുണ്ട്. പിന്നെ നമ്മൾ വണ്ടിയിൽ കയറും, വണ്ടിയിലാണ് വന്നതെങ്കിൽ വണ്ടിയിൽ കയറും, അപ്പോൾ നമുക്കൊരു ദിക്റുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലെത്തും, വീട്ടിൽ കയറുമ്പോൾ നമുക്കൊരു ദിക്റുണ്ട്. നമ്മുടെ കുടുംബക്കാരെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയണം, അതൊരു ദിക്റാണ്. പൂർണ്ണമായി സലാം പറഞ്ഞാൽ 30 നന്മകൾ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ദിക്റുണ്ട്, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ദിക്റുണ്ട്. പിന്നെ നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിൽ പോകും, ബാത്റൂമിൽ കയറുമ്പോൾ ദിക്റുണ്ട്, തിരിച്ചിറങ്ങുമ്പോൾ ദിക്റുണ്ട്. പിന്നീട് നമ്മൾ ഉറങ്ങാൻ വേണ്ടി ഉറങ്ങുമ്പോൾ ദിക്റുണ്ട്. കല്യാണം കഴിച്ചവരാണെങ്കിൽ അതിനുശേഷം ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയും ദിക്റുണ്ട്. പിന്നീട് നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴോ വീണ്ടും ദിക്റുണ്ട്. പിന്നീട് അത്താഴം കഴിക്കാൻ പോകുമ്പോഴും കഴിച്ചതിന് ശേഷവും ദിക്റുണ്ട്. വീണ്ടും തിരിച്ച് പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയിൽ കയറുമ്പോൾ ദിക്റുണ്ട്. സുബഹി നമസ്കാരത്തിന് ശേഷം രാവിലത്തെ ദിക്റുകൾ, അദ്കാറു സബാഹ്, അത് നമുക്ക് പറയാണ്ട്. അത് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിൻ്റെ ബറക്കത്തിന് വേണ്ടി, നമ്മുടെ റിസ്ക് വർദ്ധിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവൻ്റെ റസൂലും നമുക്ക് പഠിപ്പിച്ചാണ്. അവിടെ ദിക്റുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ജീവിതത്തിൽ ഡെയിലി ലൈഫിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്ർ ദുആകൾ നമ്മൾ ഓരോ ദിവസവും പഠിച്ച് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം ഫുള്ള് ദിക്റായി മാറും. ഇങ്ങനെ ദിക്റായി മാറിയാലുള്ള ഉപകാരം എന്താ? എല്ലാവരും നോമ്പ് പിടിക്കുന്നുണ്ട്. ആ നോമ്പ് പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ, സ്വായിമീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നോമ്പുകാരായി നമുക്ക് മാറാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കാല്ലേ. ഒന്നാമത്തെ കാര്യം എന്താ? നാവിനെ നമ്മൾ പരമാവധി സൂക്ഷിക്കുക, എല്ലാ മോശത്തരങ്ങളിൽ നിന്നും നാവിനെ സൂക്ഷിക്കുക. രണ്ടാമത്തേത്, ഹലാലായ കാര്യങ്ങളിലാണെങ്കിൽ പോലും നമ്മുടെ സമയം പ്രത്യേകം കുറക്കുക. ഇപ്പോൾ വാട്സപ്പിലൊക്കെ പുതിയ ഫോണുകളാണെങ്കിൽ നമുക്ക് സ്ക്രീൻ ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. വാട്സപ്പിന് അരമണിക്കൂർ അല്ലേ, അങ്ങനെ സെറ്റിങ്സിൽ പോയി ഞാനങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര ദിവസത്തേക്കെന്ന് അറിയില്ല. നിങ്ങളെല്ലാവരും ഇസ്തിഖാമത്തിന് വേണ്ടി ദുആ ചെയ്യാം. അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാട്സപ്പ് നിൽക്കിയാൽ അത് ഓണാവില്ല. ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എല്ലാ ആപ്പിലും നമ്മൾ അങ്ങനെ ഒരു സമയം സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ഹലാലായ കാര്യങ്ങളിൽ, നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളും ഡിവൈസിൻ്റെ ഉപയോഗങ്ങളിലൊക്കെ നമ്മൾ സമയങ്ങൾ കുറച്ച് കുറക്കുക. മൂന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദിക്ർ പരമാവധി അധികരിപ്പിക്കുക. ദിക്ർ എന്ന് പറയുമ്പോൾ നമുക്ക് ചൊല്ലി പറയാൻ പറ്റുന്ന ദിക്ർ, അത് പരമാവധി വർദ്ധിപ്പിക്കുക. അതല്ലാതെ നിത്യജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യം ചെയ്യുമ്പോഴും നമുക്ക് പഠിപ്പിച്ച ദിക്ർ അതും പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് റമളാൻ നമ്മളെ വിട പറയുമ്പോൾ ഏറ്റവും നല്ല നോമ്പുകാരിൽ, ഏറ്റവും നല്ല രീതിയിൽ റമളാനെ മനോഹരമായി അനുഷ്ഠിച്ചവരിൽ നമ്മൾ പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഏറ്റവും നല്ല നോമ്പുകാരായി, ഏറ്റവും നല്ല രീതിയിൽ റമളാനിനെ ഉപയോഗിക്കുന്നവരായി നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.